ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സുവിശേഷം അറിയിക്കുവാനായി നിങ്ങളുടെ നടുവിൽ നിൽപ്പാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്ന വലിയ സാവകാശം ദൈവത്തെ സ്തുതിക്കുന്നു. ബാനറിൽ പറയുന്നത് പോലെ യേശു ക്രിസ്തു നിങ്ങളെ വിളിക്കുന്നു എന്ന് പറയുവാനായി നിങ്ങളുടെ അടുക്കലേക്ക് അടുത്തു വരുവാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്ന വലിയ സാവകാശം ദൈവത്തെ സ്തുതിക്കുന്നു. നൽകി തന്ന ആരോഗ്യത്തെയും ശക്തിയും ബലത്തെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവൻ തന്നെ പറയുന്നു. എന്താണ് സുവിശേഷം? യേശു ക്രിസ്തുവിനെ ദൈവം ലോകത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി അയച്ചതാണ് സുവിശേഷം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനും നശിച്ചുപോകാൻ ജീവൻ പ്രാപിക്കേണ്ട ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിപ്പാനായിട്ട് ഇടയായി തീർന്നു. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ന്യായം വിധിപ്പാനായിട്ടാണ്, ലോകത്തെ രക്ഷിപ്പാനായിട്ടാണ് ദൈവം തന്റെ പുത്രൻ ലോകത്തിലേക്ക് അയപ്പാനായിട്ട് ഇടയായി തീർന്നു. നമ്മളെല്ലാവരും പാപനിമിത്തം മരിച്ചവരായിരുന്നപ്പോൾ നമുക്ക് ജീവൻ പകരുവാൻ, നിത്യജീവനെ പകരുവാൻ യേശു ക്രിസ്തുവിനെ പിതാവാൻ ദൈവം അയക്കുവാനായിട്ട് ഇടയായി തീർന്നത്. എങ്ങനെ നമുക്ക് രക്ഷപ്രാപിക്കാം, എങ്ങനെ നമുക്ക് യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുവാനായിട്ട് ഇടയായി തീരും, എങ്ങനെ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാനായിട്ട് കഴിയുമെന്ന് യേശു കർത്താവ് എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്ന യേശു കർത്താവ് പറയുവാനായിട്ട് ഇടയായി തീർന്നു. എന്റെ അടുക്കൽ വരുന്നവൻ പിതാവിന്റെ അടുക്കിലേക്ക് എത്തുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിലേക്ക് എത്തുന്നില്ല എന്ന് യേശു കർത്താവ് പറയുവാനായിട്ട് ഇടയായി തീർന്നു. യേശുവിലേക്ക് അടുത്ത് വന്നു കഴിഞ്ഞാൽ പിതാവിലേക്ക് അടുത്ത് വരുവാനുള്ള ഏകമാർഗമായി യേശു കർത്താവ് നമുക്ക് വേണ്ടി നിലകൊള്ളുന്നു. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ വാതിലാകുന്നു എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ആരും പിതാവിലേക്ക് എത്തുന്നില്ല, യേശുവിലൂടെ അല്ലാതെ ആരും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. യേശു ക്രിസ്തു തന്നെ പറയുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീര് എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കഴിക്കുവാനായി യേശു കർത്താവ് പറയുവാനായിട്ട് ഇടയായി തീർന്നു. നാം ഓരോരുത്തരും നമ്മുടെ ജീവിത മാർഗങ്ങളും വിട്ടുതിരിഞ്ഞ യേശുവിലേക്ക് തിരിയുക, ദൈവത്തിലേക്ക് തിരിയുക. കാലം സമീപിച്ചിരിക്കുന്ന ഈ ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ഒന്നുമില്ലെങ്കിൽ ലോകത്തിന്റെ അവസാനത്തിലേക്ക് നമ്മൾ ചെന്നെത്തും, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മരണത്തിന്റെ ദിവസത്തിലേക്ക് ഏറ്റവും ബന്ധപ്പെട്ട് നമ്മുടെ ഈ നാളുകളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ യേശുവിലൂടെയുള്ള രക്ഷയെ വിളിച്ച് പറയുവാനായി കർത്താവ് ഞങ്ങളെ സഹായിക്കുന്ന ദൈവത്തിന്റെ കൃപയോടെ ഉദ്ദേശിക്കുന്നു. യേശുവിലേക്ക് തിരിയുക. യേശു കർത്താവാണ് നിങ്ങൾക്ക് സമാധാനം നൽകുന്നത്. നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി, നിങ്ങളുടെ വീണ്ടെടുപ്പിന് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത, തന്നെത്താൻ പകരപ്പെടുവാൻ നശിച്ചുപോയ, അല്ലെങ്കിൽ തന്നെത്താൻ ശിക്ഷയേൽപ്പാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത യേശുവിലേക്ക് നിങ്ങൾ തിരിയുക. യേശുവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിത്യജീവൻ അവകാശമായി തീരാനിടയായി തീരും. സ്വരാജ്യത്തിൽ പ്രവേശിപ്പാനായി യേശുവിലേക്ക് തിരിയുക. യേശുവിൽ വിശ്വസിക്കുക. എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്ന് ദൈവവചനത്തിൽ പറയുന്നു. നമ്മൾ രക്ഷ പ്രാപിപ്പാനായുള്ള ഏകനാമം ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമമല്ല. നാം രക്ഷിക്കപ്പെടുവാൻ യേശു എന്ന നാമമല്ലാതെ ഈ ലോകത്തിൽ വേറൊരു നാമവുമില്ല, വേറൊരു വഴിയുമില്ല. നമ്മുടെ പുണ്യപ്രവർത്തികളോ നമ്മുടെ ഭക്തിയോടുള്ള ജീവിതമോ ഒന്നും നമ്മളെ രക്ഷിക്കുന്നില്ല. യേശുവിലൂടെ എല്ലാവരെയും ഒരു രക്ഷയും നമുക്ക് ലഭിക്കുന്നില്ല. യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ നമുക്ക് നൽകി തന്ന പാപമോചനമാണ് നമ്മുടെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത്. ആ രക്തമാണ് നമ്മുടെ സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്നത്. മനുഷ്യന്റെ പ്രവൃത്തികളെല്ലാം കറപുരണ്ട തുണി പോലെ ആയിരിക്കുമ്പോഴും വചനത്തിൽ ഇങ്ങനെ പറയുന്നു, നമ്മുടെ പാവം എത്ര കടും ചുവപ്പാണെങ്കിലും അത് ഹിമം പോലെ വെളുക്കുവാൻ കഴിയുന്ന ഏക രക്തം, അത് യേശുവിന്റെ രക്തം മാത്രമാണ്. വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കേണ്ടതിന് പുത്രനെ ചുംബിച്ചു കൊള്ളുക എന്ന് ദൈവവചനത്തിൽ പറയുന്നു. നമുക്ക് ദൈവത്തിലേക്കുള്ള ഏക വഴി എന്ന് പറയുന്ന പുത്രനായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിടെ അല്ലാതെ ആരും പിതാവിലേക്ക് എത്തുന്നില്ല. ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തു മാത്രമാണ്. ദൈവത്തിനും മനുഷ്യർക്കും തമ്മിലുള്ള ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തുവാണ്. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു ക്രിസ്തു ഒരുവാനിടയായി തീർന്നു. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയനാടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു എന്ന് വചനത്തിൽ കാണുന്നു. നാം ഓരോരുത്തരും തെറ്റി നമ്മുടെ തോന്നിയ വഴികൾക്കെല്ലാം പോയ സമയത്ത് നമ്മുടെ ദൈവത്തിൽ അകന്നു പോയപ്പോൾ, നമ്മൾ ജീവിതത്തിൽ നാശത്തിന് യോഗ്യരായി തീർന്നപ്പോൾ നല്ല ഇടയനായ കർത്താവ് ആടുകളെ തേടി വന്ന് ആടുകൾക്ക് വേണ്ടി തന്നെ ജീവൻ കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ യേശുവിനെ ഞങ്ങളുടെ സുവിശേഷിക്കുന്ന യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം തരും. യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യം തരും. യേശു കർത്താവ് രോഗസൗഖ്യത്തെ ഈ ലോകത്ത് വന്ന സമയത്ത് രോഗിയുടെ സൗഖ്യവാൻ ഇടയായി തീർന്നു. ബുധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും സൗഖ്യം കൊടുക്കുന്ന കർത്താവിനെ നോക്കാനായിട്ട് ഇടയായി തീർന്നു. മുടന്മാരെ കർത്താവ് സൗഖ്യമാക്കി, കുരുടരെ കർത്താവ് സൗഖ്യമാക്കി, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, പക്ഷപാതക്കാരെ തളർന്നു പോയവരെ കർത്താവ് രക്ഷിക്കാനും സൗഖ്യമാക്കുവാനിടയായി തീർന്നു. യേശു കർത്താവ് സൗഖ്യമാക്കുന്ന ദൈവമാണ്. ലോകത്തിന് വേണ്ടി കർത്താവ് തകർക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. എന്റെ അടിപ്പുനിലകളാൽ നമുക്ക് ഓരോരുത്തർക്കും സൗഖ്യം വന്നിരിക്കുന്ന ദൈവവചനത്തിൽ നമ്മൾ കാണുന്നു. നമ്മൾ സൗഖ്യം പ്രാപിക്കുവാനായി കർത്താവിലേക്ക് അടുത്ത് വരിക. കർത്താവിന്റെ സന്നിധിയിൽ ജീവനുണ്ട്. കർത്താവിന്റെ സന്നിധി നമുക്ക് വേണ്ട ആവശ്യമായതെല്ലാം കർത്താവ് നമുക്ക് നൽകി
ഓരോരുത്തരും നമുക്ക് ആവശ്യം ആരോഗ്യവും നമുക്ക് വേണ്ട ബലവും ശക്തിയും സ്നേഹവും സമാധാനവും എല്ലാം ദൈവത്തിന്റെ സന്നിധിയിലുണ്ട്. ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്നത് കർത്താവ് പറയുവാൻ ഇടയായി തീർന്നു. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി കൈവിടുകയില്ല എന്ന് കർത്താവ് പറയുവാൻ ഇടയായി തീർന്നു. ലോകത്തിലുള്ള ബന്ധങ്ങളെല്ലാം നമ്മുടെ പല സാഹചര്യങ്ങളിൽ അനാഥരായി ഉദ്ദേശിച്ചു പോകുമ്പോൾ കർത്താവ് പറയുന്നത് ഞാൻ നിങ്ങളെ അനാഥരായി ഒരു നാളും കൈവിടുകയില്ല എന്ന് കർത്താവ് പറയാൻ ഇടയായി തീർന്നു. എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് വാക്ക് പറഞ്ഞ ഏക ഒരു ദൈവം യേശു കർത്താവ് മാത്രമാണ്. യേശു കർത്താവ് എല്ലാ നാളും നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ ദുഃഖത്തിലാണെങ്കിലും സന്തോഷങ്ങളാണെങ്കിലും പ്രശ്നങ്ങളിലാണെങ്കിലും പ്രതിസന്ധികളിലാണെങ്കിലും നമുക്ക് വിളിച്ചപേക്ഷിക്കാവുന്ന ഏകനാമം അത് യേശുവിന്റെ നാമം മാത്രമാണ്. യേശുവിന്റെ നാമത്തിൽ നമുക്ക് രക്ഷയുണ്ട്. യേശു കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായി തീരുമാനം വചനത്തിൽ നമ്മൾ കാണുന്ന യേശുവിനെ നിങ്ങൾ ഓരോരുത്തരും വിളിച്ചപേക്ഷിക്കുക. തന്റെ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാതെ ജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യേശുവിനെ കർത്താവ് എന്ന വായ കൊണ്ട് ഏച്ചു പറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നാം രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായി തീരും. യേശുവിനെ കർത്താവ് എന്ന വായ കൊണ്ട് ഏച്ചു പറയുക. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് രക്ഷിതാവുമായ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, യേശുവിനേക്ക് കർത്തൃത്വം നിങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ, കർത്താവായ രക്ഷിതാവായ നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശു കർത്താവ് വരികയും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും കർത്താവ് കർത്തൃത്വം ഏറ്റെടുക്കുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ഭവനത്തിലാണെങ്കിലും നിങ്ങളുടെ ജോലി കാര്യങ്ങൾ ഏതിലും നിങ്ങളെ സഹായിക്കുവാനായി പരിശുദ്ധാത്മാവിലൂടെ കർത്താവ് നിങ്ങളെ സഹായിക്കുവാൻ ഇടയായി തീരും. യേശു കർത്താവ് പറയും ഞാൻ പോകുന്നു നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോയി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവെന്ന ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി തരുമെന്ന് പറയുവാൻ ഇടയായി തീർന്നു. ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിക്കുന്ന യേശു ക്രിസ്തുവിലൂടെയാണ്. യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താലാണ് പരിശുദ്ധാത്മാവെന്ന ആ സഹായകനെ നമുക്ക് ലഭിക്കുന്നത്. യേശു കർത്താവ് തന്റെ മരണത്തിലൂടെ നമുക്ക് വലിയ രക്ഷ വരുവാൻ ഇടയായി തീർന്നു. യേശു ക്രിസ്തുവിന്റെ മരണത്തിലൂടെ നമുക്ക് വലിയ വീണ്ടെടുപ്പ് വരുവാൻ ഇടയായി തീർന്നു. പാപങ്ങളെ മോചിച്ചു വരുവാനായി പാപമോചന കർത്താവ് തരുവാൻ ഇടയായി തീർന്നു. ആ വചനത്തിൽ ഇങ്ങനെ കാണുന്ന നമ്മുടെ ഓരോരുത്തരെയും പാപങ്ങളെ ശിക്ഷയ്ക്ക് വേണ്ടി യേശു കർത്താവ് മരിക്കുവാൻ ഇടയായി തീർന്നു. ഒരു മതത്തിന്റെയോ ഒരു പ്രസ്ഥാനത്തിന്റെയോ സ്ഥാപകനായിട്ടല്ല യേശു കർത്താവ് മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി യേശു കർത്താവ് വരികയും നാം ഓരോരുത്തർക്കും വേണ്ടി ഒരു ക്രൂശിൽ നമ്മുടെ പാപത്തിന്റെ ശിക്ഷയ്ക്ക് വേണ്ടി നാം ഏൽക്കേണ്ട ശിക്ഷ യേശു കർത്താവ് തന്റെ സ്വന്തം ശരീരത്തിലേൽക്കുകയും നമ്മുടെ പാപനിമിത്തം യേശു കർത്താവ് മരിക്കുകയും ചെയ്യുവാൻ ഇടയായി തീർന്നു. നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി ആ യേശുവിനെ ഞങ്ങളോട് പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ നമുക്ക് സൗഖ്യമുണ്ട്. യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ നമുക്ക് രക്ഷയുണ്ട്. യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ നമുക്ക് ജീവനുണ്ട്. യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ നമുക്ക് നിത്യജീവൻ കരസ്ഥമാക്കുവാൻ ഇടയായി തീരും. യേശു ക്രിസ്തുവിലേക്ക് തിരിയുക, ദൈവത്തിലേക്ക് തിരിയുക. ഈ കാലവും ഈ ലോകവും എല്ലാം അവസാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കാണുന്നതെല്ലാം നൈമിഷികവും താൽക്കാലികമായ കാര്യങ്ങളെല്ലാം തീർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിത്യമായ ഒരു ദൈവരാജ്യത്തെ കുറിച്ച് ഞങ്ങളോട് പ്രഘോഷിക്കും. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. നീതി വസിക്കുന്ന ഒരു ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന ഈ ലോകവും ഈ കാണുന്ന ഭരണങ്ങളും എല്ലാം പലവിധമാകുന്ന അഴിമതികളിലും തെറ്റുകളിലും എല്ലാം ഭരണം നടത്തുമ്പോൾ നീതിയോടെ ഒരു ദൈവരാജ്യം ഇത് ഏറ്റവും വേഗം അടുത്തു വരുന്ന ആ ദൈവരാജ്യത്തിന് സമീപമായിരിക്കുക. ദൈവത്തിലേക്ക് തിരികെ മാനസാന്തരപ്പെടുക. ദൈവവചനത്തിൽ പറയുന്ന രാജ്യത്തോടും ജാതിയോടും എതിർക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ദൈവവചനത്തിൽ കാണുമ്പോൾ ഈ കാണുന്ന അടയാളങ്ങളെല്ലാം നിങ്ങൾ കാണുമ്പോൾ കാലം സമീപിച്ചിരിക്കും, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചു കൊടുക്കുക. പലവിധമാകുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, ഭൂകമ്പങ്ങൾ, ക്ഷാമങ്ങൾ എല്ലാം നമ്മൾ കാണുമ്പോൾ കർത്താവിന്റെ വരവ്, രണ്ടാം വരവ്, ആ ദൈവരാജ്യം സ്ഥാപിക്കുന്ന ദൈവത്തിന്റെ നാളുകൾ ഏറ്റവും സമീപസ്ഥമായിരിക്കുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. കർത്താവിലേക്ക് തിരിയുക, യേശുവിലേക്ക് തിരിയുക, രക്ഷ പ്രാപിക്കുക എന്നുള്ള സന്ദേശവുമായി ഈ സ്ഥലത്ത് ഞങ്ങൾ അടുത്തിരിക്കുമ്പോൾ കർത്താവിന് വേണ്ടി നിങ്ങളെ ഹൃദയങ്ങളെ സമർപ്പിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത പാപങ്ങൾ ദൈവത്തോടെ ഏറ്റു പറയുക. നമുക്ക് കാണാൻ കഴിയുന്ന ആദാമിന്റെ ലംഘനം പോലെ ഈ ലോകത്തിലേക്ക് പാപം പ്രവേശിക്കുവാനായിട്ട് ഇടയായി തീർന്നു. നാം ഓരോരുത്തരും ജനിച്ചത് വിശുദ്ധരായിട്ടല്ല. ആദാമിന്റെ സന്തതിയിൽ നമ്മുടെ പിതാക്കന്മാരുടെ മക്കളായി നമ്മൾ ജനിച്ചപ്പോൾ നമ്മൾ ആ ഒരു പാപത്തിൽ തന്നെ ജനിപ്പാനായിട്ട് ഇടയായി തീർന്നു. ഏത് മനുഷ്യനും ദൈവസന്നിധിയിൽ നീതിമാനായ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് വചനത്തിൽ കാണുവാൻ കഴിയുന്ന എല്ലാവരും പാപം ചെയ്ത് കൊണ്ടുവരാത്തവരായ ദൈവതേജസ്സില്ലാതെ പോയപ്പോൾ ആ ആദാമ്യ വംശത്തിൽ നമ്മളെ തിരഞ്ഞെടുത്ത് ദൈവരാജ്യത്തെ നമ്മളെ ആക്കി നമ്മളെ നീതീകരിക്കപ്പെട്ടവരും വിശദീകരിക്കപ്പെട്ടവരുമായി നിർത്തേണ്ടതിന് യേശു ക്രിസ്തുവിനെ ദൈവലോകത്തിലേക്ക് അയക്കുവാനായിട്ട് ഇടയായി തീർന്നു. യേശു ക്രിസ്തു നിമിത്തം നമുക്ക് നിത്യജീവനുണ്ട്. യേശു ക്രിസ്തു നിമിത്തം നമുക്ക് സമാധാനമുണ്ട്. യേശു ക്രിസ്തു നിമിത്തം നമുക്ക് സൗഖ്യമുണ്ട്. യേശു ക്രിസ്തു നിമിത്തം നമുക്ക് വിശദീകരണമുണ്ട്. യേശു ക്രിസ്തു നിമിത്തം നമുക്ക് നീതീകരണമുണ്ട്. യേശു ക്രിസ്തു നിമിത്തം നമുക്ക് ദൈവത്തിങ്കിലേക്കുള്ള പ്രവേശനമുണ്ട്. ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി യേശു കർത്താവിനെ ദൈവം ഈ ഭൂമിയിലേക്ക് അയക്കുവാനായിട്ട് ഇടയായി തീർന്നു. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുക,
ചെയ്യുന്നുവെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ഹൃദയത്തിൽ വന്ന് വസിക്കുവാനായി കർത്താവ് നിങ്ങളുടെ ഏറ്റവും അടുക്കൽ വന്നിരിക്കുന്നു. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്ന ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുവാനിടയെ തിരുവെന്ന വചനത്തിൽ കാണുന്നു. യേശു കർത്താവിനോട് ഓരോരുത്തരെ ഹൃദയത്തിന്റെ വാതിലിൽ വന്ന് മുട്ടുന്നു. നിങ്ങൾ യേശുവിന് വേണ്ടി നിങ്ങൾ ഹൃദയം തുറക്കുവാൻ കർത്താവിന്റെ ശുദ്ധാവുമായ യേശു കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുകയും നമ്മുടെ ജീവിതത്തിന് നിത്യജീവനും ആശ്വാസം നിങ്ങൾ തരുവാനിടയായി തീരും. കർത്താവ് നിങ്ങളെ സഹായിക്കും. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തും. കർത്താവ് നിങ്ങൾ സൗഖ്യം തരുവാനിടയായി തീരും. ജീവൻ നിങ്ങൾക്ക് പകർന്നു തരുവാനായിട്ട് ഇടയായി തീരും. ജീവനെ കാണേണ്ടതിന് ഇച്ഛിക്കുകയും ചെയ്യുന്ന മനുഷ്യനെ ദോഷം ചെയ്യാതെ എന്റെ നാവിനെ വ്യാജം പറയാതെ അതിനത്തെ കാത്തുകൊള്ളുക എന്ന വചനത്തിൽ കാണുന്ന യേശുക്രിസ്തുവിലൂടെ മാത്രമേ ആ വിശദീകരണം നമുക്ക് പ്രാപിക്കാൻ കഴിയുള്ളൂ. ദൈവത്തിലേക്ക് അടുത്തു വരിക. യേശുക്രിസ്തു യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കുന്ന യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തം നമ്മളുടെ നീതീകരണത്തിന് വേണ്ടി വിശുദ്ധീകരണത്തിന് വേണ്ടി നമുക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന യേശുവിലേക്ക് തിരിയുക. ദൈവസന്നിധിയിലേക്ക് അടുത്തു വരിക. സഹായത്തിനുള്ള കൃപ ലഭിക്കാനുമായി നാം എല്ലാവരും പാപം കൊണ്ടാകുന്നിരുന്ന സമയത്ത് ദൈവത്തിലേക്ക് അടുത്തു വരുവാൻ എല്ലാവരും മടിച്ചിരുന്ന സമയത്ത് യേശു കർത്താവിലൂടെ അടുത്തു വരുവാനായി ഒരു മഹാപുരോഹിതനായ യേശു കർത്താവ് വരുവാനായിട്ടിടയായി തീർന്ന ലോകത്തിലുള്ള പൗരോഹിത്യമെല്ലാം നമുക്ക് ദൈവത്തോട് അടുത്തു വരുവാൻ കഴിയാത്ത രീതിയിൽ നമ്മളെ സഹായിക്കുവാനായി പലവിധമായ പ്രയാസങ്ങളും നിബന്ധനകളും പ്രശ്നങ്ങളും പരിമിതികളും ഉള്ളപ്പോൾ ഒരു മഹാപുരോഹിതനായ യേശു കർത്താവ് വരുവാനായിട്ടിടയായി തീർന്നു. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സകലത്തിൽ നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവരാത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിക്കാനും തത്സമയത്തെ സഹായത്തിനുള്ള കൃപ ലഭിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനോട് അടുത്തു വരിക. ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ വേണ്ടി ഒരു മഹാപുരോഹിതനായ യേശു കർത്താവ് അവിടെ മരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. തന്റെ രക്തം ചീന്തി, തന്റെ സ്നേഹം എന്ന തിരശ്ശീല ചീന്തി സ്ഥാപിച്ച പുതുവഴിയിലൂടെ നമുക്ക് ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനവും വിശ്രമനിരത്തിൽ വിശുദ്ധ മഹാപുരോഹിതന് നമുക്കുള്ളത് കൊണ്ട് വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് ഹൃദയപരമാർത്ഥിയോട് അടുത്തു വരുവാൻ ഈ വചനത്തിൽ ഇങ്ങനെ കാണുന്നത് കൊണ്ട് ഏത് സമയത്തും പ്രാർത്ഥിക്കുവാനും ഏത് സമയത്തും ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാനും തക്കവണ്ണം യേശുവിന്റെ രക്തം നമുക്ക് വേണ്ടിയുണ്ട്. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശു കർത്താവ് പറയുവാൻ ഇടയായി തീർന്നു, ഞാൻ വാതിലാകുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് പറയുവാൻ ഇടയായി തീർന്നു. നാമെല്ലാം തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നപ്പോൾ, നമ്മൾ താങ്കളുടെ വഴിക്ക് ജീവിച്ചപ്പോൾ, നാശത്തിലേക്ക് നമ്മൾ പോയ സമയത്ത് നമ്മൾ ഓരോരുത്തരെ തേടി വന്ന സ്നേഹമാണ് യേശുക്രിസ്തുവിന്റെ സ്നേഹം. നല്ല ഇടയനായ യേശു കർത്താവ് തന്റെ ജീവൻ നമുക്ക് വേണ്ടി നൽകുവാനായിട്ട് ഇടയായി തീർന്നു. വചനത്തിൽ ഇങ്ങനെ കാണുന്നു, ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹം എന്താകുന്നു? കൂട്ടുകാരന് വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഈ ലോകത്തിലൊന്നുമില്ല. അങ്ങനെയെങ്കിൽ യേശു കർത്താവ് കാണിച്ച സ്നേഹത്തിനും അപ്പുറമായി ലോകത്തിനൊരു സ്നേഹം നമ്മുടെ ജീവിതത്തിൽ തരുവാൻ കഴിയുകയില്ല. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി നാം പാപികളായിരുന്നപ്പോൾ, നമ്മൾ ദുഷ്പ്രവർത്തിക്കാരായിരുന്ന സമയത്ത് നമുക്ക് വേണ്ടി യേശു ക്രിസ്തു തക്ക സമയത്ത് അബദ്ധർക്ക് വേണ്ടി മരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. നാം നല്ല ജീവിതം നയിച്ച സമയത്തല്ല യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. നമ്മുടെ ഏറ്റവും മോശം സമയങ്ങളിൽ നമുക്ക് വേണ്ടി മരിച്ച യേശു കർത്താവ്, നാം തെറ്റി അകലുന്ന ആടുകൾ എന്നറിഞ്ഞിട്ട് നമുക്ക് വേണ്ടി മരിച്ച യേശു കർത്താവ്, ആ സ്നേഹം നമുക്ക് വേണ്ടി ഏറ്റവും അധികമായി സംസാരിക്കുന്ന ആ സ്നേഹം നമ്മൾ ഓരോരുത്തരെയും മാറി വിളിക്കുന്ന യേശുവിലേക്ക് അടുത്തു വരിക. യേശുവിനെ കർത്താവായി സ്വീകരിക്കുക. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുക. ഈ ലോകത്തിന്റെ ദുഷ്ടലോകത്തിൽ നിന്ന് വരുവാനുള്ള കോപത്തിൽ നിന്ന് വിടുവിക്കപ്പെടുക. സ്വാതന്ത്ര്യം പ്രാപിക്കുക എന്ന് യേശു കർത്താവ് പറയുന്നു. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ ഓരോരുത്തരെയും സ്വതന്ത്രരാക്കുന്നു. യേശു ക്രിസ്തു പുത്രൻ സ്വതന്ത്രനാക്കുന്നവൻ സാക്ഷാൽ സ്വതന്ത്രനാവുന്നു. സാക്ഷാൽ സ്വതന്ത്രരായി തീരേണ്ടതിന്, സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരായി തീരേണ്ടതിന് യേശുവിലേക്ക് അടുത്തു വരിക. യേശു കർത്താവ് നിങ്ങളെ സഹായിക്കും. യേശു കർത്താവ് നിങ്ങൾ സ്വാതന്ത്ര്യം തരും. യേശു കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും. യേശു കർത്താവ് നീതീകരിക്കുന്ന ദൈവമാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തു മൂലം ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട്. ദൈവത്തോടുള്ള സമാധാനവും ദൈവത്തോടുള്ള നിരപ്പും നമുക്ക് നൽകുവാൻ വേണ്ടി തന്നെ താൻ യാഗമായി തീർന്ന യേശു കർത്താവ് നമ്മുടെ സകല ധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്ത് സൽപ്രവൃത്തി ശുശ്രൂഷയുള്ള ഒരു സംവിധാനമായി തനിക്ക് തന്നെ മുൻനിർത്തേണ്ടതെന്ന് താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത യേശു കർത്താവ് തന്നെ താൻ തകർക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്ന യേശു ക്രിസ്തുവിലൂടെ ഒരു വീണ്ടെടുപ്പ് നമുക്കുണ്ട്. യേശു ക്രിസ്തുവിലൂടെ പാപമോചനം നമുക്കുണ്ട്. യേശു ക്രിസ്തുവിലൂടെ നീതീകരണം നമുക്കുണ്ട്. യേശു ക്രിസ്തുവിലൂടെ ഒരു വിശുദ്ധീകരണം നമുക്കുണ്ട്. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനമുണ്ട്. യേശുവിലേക്ക് നിങ്ങൾ അടുത്തു വരിക. യേശു ക്രിസ്തുവിലേക്ക് നിങ്ങൾ അടുത്തു വന്നു കഴിഞ്ഞാൽ യേശു കർത്താവ് നിങ്ങളിലേക്ക് അടുത്തു വരും. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സഹായിക്കുവാനും നിങ്ങളെ ശക്തീകരിക്കുവാനും സൗഖ്യമാക്കുവാനും വിശുദ്ധീകരിക്കുവാനും നീതീകരിക്കുവാനും ഇടയായി തീരും. ലോകത്തിലെ നിങ്ങൾ ചെയ്യുന്ന പാപങ്ങളും പാപത്തിന് ശമ്പളം മരണമാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റിനും അതിന് മരണമായ ശിക്ഷ നമുക്ക് മുൻപിൽ നിൽക്കുന്ന സമയത്ത് ആ ശിക്ഷ ഏറ്റുകൊണ്ട് യേശു കർത്താവ് മരിക്കുവാനായിട്ട് ഇടയായി തീരും. അത്
വിശ്വസിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിനുള്ള വിശ്വാസ നിമിത്തം ആ യേശുവിന്റെ രക്തം നമുക്ക് വേണ്ടി സംസാരിക്കുവാൻ ഇടയായി തീരും. നമ്മളെ നീതീകരിക്കുന്ന നമ്മുടെ പാവങ്ങൾ, നമ്മുടെ തെറ്റുകൾ, നമ്മുടെ ശിക്ഷ കർത്താവ് ഏറ്റിട്ട് ആ ദൈവിക സമാധാനം നമ്മുടെ മേൽ പകരുവാനായിട്ട് ഇടയായി തീരും. ആ ദൈവ നീതി നമ്മുടെ ജീവിതത്തിൽ മേൽ വരുവാനായിട്ട് ഇടയായി തീരും. കൃപയുടെ നീതിദാനത്തിന്റെ സമൃദ്ധി ലഭിക്കുവാനായി ദൈവത്തിലേക്ക് അടുത്ത് വരിക. ദൈവകൃപ എന്ന് പറയുന്നത് നമ്മുടെ അർഹമായ സാഹചര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി നൽകുന്നത്. നമ്മൾ അനർഹരായ സമയത്ത്, നമ്മളൊട്ട് യോഗ്യതയില്ലാതിരുന്ന സമയത്ത് നമ്മളെ സ്നേഹിച്ച ദൈവത്തിന്റെ മഹാസ്നേഹമാണ്, ദൈവത്തിന്റെ വാത്സല്യമാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. നാം ഓരോരുത്തരും ജീവനോടെ ഇരിക്കുന്നത്, നാം ആരോഗ്യത്തോടെ നടക്കുന്നതും എല്ലാം ദൈവത്തിന്റെ കരുണയാണ്, ദൈവത്തിന്റെ കൃപയാണ്. ആ ദൈവത്തിന്റെ കൃപ ലഭിക്കാനായി ദൈവത്തിലേക്ക് അടുത്ത് സകല മനുഷ്യരുടെ രക്ഷാകരമായ ദൈവകൃപ ഒരിച്ചുവല്ലോ. ദൈവവചനത്തിൽ ഇങ്ങനെ പറയാം, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ദൈവകൃപ ലഭിക്കാനായിട്ട് ഇടയായി തീർന്നു. ആ ദൈവകൃപയുടെ ഏറ്റവും പൂർത്തീകരണമാണ് യേശു കർത്താവ് ലോകത്തിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നത്. യേശു ക്രിസ്തുവിൽ നിന്ന് നമുക്ക് ഓരോരുത്തരും കൃപ ലഭിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് വരുവാനുള്ള പ്രവേശനവും സഹായവും വാത്സല്യവും കരുണയും എല്ലാം നമുക്ക് ലഭിക്കുന്നത് യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ്. യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ആരും പിതാവായ ദൈവത്തിലേക്ക് അടുത്തു വരുന്നില്ല. യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ആരും ജീവനെ കൈവശമാക്കുന്നില്ല. യേശുവിലൂടെ ആരും പാപം മോചിക്കപ്പെടുന്നില്ല. യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ആരും നീതീകരിക്കപ്പെടുന്നില്ല. നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് കിട്ടുവാൻ വേണം. നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശുവിലേക്ക് അടുത്തു വരിക. യേശുവിനെ കർത്താവായി സ്വീകരിക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കും, കർത്താവ് നിങ്ങളെ വിശുദ്ധീകരിക്കും, കർത്താവ് നിങ്ങളെ ആശീർവദിക്കും. നിങ്ങളുടെ പ്രയാസങ്ങളിലെ ദുഃഖങ്ങളിലെ യേശു കർത്താവ് നിങ്ങൾക്ക് ഏറ്റവും അടുത്ത സഖിയായി, സ്നേഹിതനായി, കാര്യസ്ഥനായി, സഹായകനായ കർത്താവ് കൂടെ നിൽക്കും. കർത്താവ് ഒരിക്കലും വിട്ടേച്ചു പോകുന്ന ദൈവങ്ങളിലേക്കാവുന്ന സ്നേഹബന്ധങ്ങളിൽ ലോകത്തിലെ ബന്ധങ്ങളെല്ലാം നമ്മളെ കൈവിട്ടിട്ട് പോകുമ്പോൾ ഈ കാണുന്ന ലോകത്തിലെ എല്ലാ ബന്ധങ്ങളും കാണുന്ന കാര്യങ്ങളെല്ലാം നൈമിഷികമായി മാത്രം നിൽക്കും. നിത്യമായ ദൈവത്തിന്റെ സ്നേഹം, നിത്യസ്നേഹത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് ദൈവവചനത്തിൽ കാണുന്നു. ദൈവം നമ്മളെ സ്നേഹിച്ചത് താൽക്കാലികമായ ഒരു സ്നേഹത്താലല്ല, നിത്യസ്നേഹത്താൽ ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിച്ചിരിക്കുന്നു. ഈ ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരോട് ഞങ്ങൾക്ക് പറയുവാനായിട്ടുള്ളത് ദൈവത്തിന്റെ വചനമാണ്. നിത്യസ്നേഹത്താൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. യേശു കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. നാം ഓരോരുത്തരും എന്ന ജീവനോടെ ആയിരിക്കണം, നാം ആരോഗ്യത്തോടെ ജീവിക്കുന്നത്, നമ്മൾ സമാധാനം അനുഭവിക്കുന്നതെല്ലാം ദൈവത്തിന് നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. ആ ദൈവസ്നേഹം നിങ്ങൾ കൂടുതലായി അനുഭവിച്ചറിയുവാൻ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പൂർണ്ണതയായ ആ ക്രൂശിലേക്ക് നിങ്ങൾ നോക്കുക. നിങ്ങളുടെ ഓരോരുത്തരെ പാപത്തിന് വേണ്ടി മരിച്ച യേശുവിലേക്ക് നിങ്ങൾ തിരിയുക. യേശു കർത്താവ് ഈ ലോകത്തിന്റെ ശിക്ഷാവധിയിൽ അകപ്പെട്ട്, ന്യായവിധിയിൽ അകപ്പെട്ട് മരിക്കുവാനായിട്ട് ഇടയായി തീർന്നാൽ മൂന്നാം നാൾ മരണഭാഷങ്ങളെ അഴിച്ച് പിതാവാം ദൈവം യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പാൻ ഇടയായി തീർന്നു. നമ്മുടെ നീതീകരണത്തിന് വേണ്ടി യേശുവിനെ ഞങ്ങളോട് പ്രസംഗിക്കുന്ന യേശു കർത്താവ് മാത്രമാണ് മരണത്തെ ജയിച്ച് രാജാതിരാജാവായി വാഴുന്ന മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശപ്പെടുന്ന യേശു കർത്താവ് പറയുവാനിടയായി ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല, ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് പറയുവാൻ ഇടയായി തീർന്നു. നമ്മുടെ പുനരുത്ഥാനവും നമുക്ക് ജീവൻ നൽകുന്നതുമെല്ലാം യേശു കർത്താവാണ്. നമ്മുടെ മരണത്തിനും അപ്പുറം ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് യേശു ക്രിസ്തുവിനുള്ള വിശ്വാസമാണ്. യേശു കർത്താവാണ് ആ നിത്യജീവൻ നമ്മുടെ ഉള്ളിൽ പകരുന്നത്. ആ നിത്യജീവനുള്ള പ്രത്യാശ നമ്മളിൽ പകരുന്നത്, നിത്യജീവന്റെ അവകാശം നമ്മളിൽ പകരുന്നത് യേശു കർത്താവാണ്. യേശു കർത്താവ് നല്ലയിടയനാകുന്നു. യേശു കർത്താവ് വാതിലാകുന്നു. യേശു കർത്താവ് വഴിയും സത്യവും ജീവനുമാകുന്നു. യേശു കർത്താവ് പുനരുത്ഥാനവും ജീവനുമാകുന്നു. യേശു കർത്താവ് ജീവന്റെ അപ്പമാകുന്നു. യേശു കർത്താവ് ഇടയായി തീർന്ന് എന്റെ അടുക്കൽ വരുവിൻ ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്റെ അടുക്കൽ നിന്ന് കുടിക്കും. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജല നദികൾ ഒഴുകും. യേശു കർത്താവ് പറയുവാനിടയായി തീർന്നു. കർത്താവിലേക്ക് നിങ്ങൾ അടുത്തു വരിക. നിങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കും. അധ്വാനിക്കുന്ന ഒരു ഭാരം ചുമക്കുന്നവളുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ സൗകര്യം താഴ്മയുള്ളവനാകിയാൽ എന്റെ അടുക്കൽ വന്ന് എന്നോട് പഠിപ്പിൻ. എന്റെ മുഖം മൃദുവും എന്റെ ചുമട് ലഘുവുമാവുന്ന യേശു കർത്താവ് പറയുവാനിടയായി തീർന്നു. അധ്വാനിക്കുന്നവരും പ്രയാസപ്പെടുന്നവരുമായ എല്ലാവരെയും ആശ്വസിപ്പിക്കുന്ന യേശു കർത്താവിന്റെ സ്നേഹം നിങ്ങൾ ഓരോരുത്തരെയും വിളിക്കുന്ന യേശുവിലേക്ക് അടുത്തു വരിക. ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ മേൽ കർത്താവ് നിങ്ങളെ സഹായിക്കും. ഏതെങ്കിലും അഡിക്ഷനോ ഡിപ്രഷനോ നിങ്ങളെ അലട്ടുന്നെങ്കിൽ നിങ്ങളെ സൗഖ്യവും വിടുതലും യേശു കർത്താവ് നിങ്ങളെ തരുവാനായി കഴിയും. പാപ ജീവിതത്തിൽ നിങ്ങൾ സ്വാതന്ത്ര്യം യേശുവിനെ മാത്രമേ ഞങ്ങൾക്ക് തരുവാൻ കഴിയൂ. നിങ്ങളുടെ രോഗത്തിൽ നിന്ന് നിങ്ങൾ സൗഖ്യമാക്കുവാനായി യേശു കർത്താവിന്റെ ശരീരം പകർത്തപ്പെടുവാൻ കൊണ്ട് ഏൽപ്പിക്കുവാൻ ഇടയായി തീർന്നു. യേശു ക്രിസ്തുവിലൂടെ രോഗസൗഖ്യമുണ്ട്. യേശു ക്രിസ്തുവിലൂടെ സമാധാനമുണ്ട്. യേശു ക്രിസ്തുവിലൂടെ നീതീകരണമുണ്ട്. യേശു ക്രിസ്തുവിലൂടെ വിശുദ്ധീകരണമുണ്ട്. നാം ഓരോരുത്തരും വിശുദ്ധരും നിഷ്കളങ്കരവുമായ ദൈവസന്നിധിയിൽ നിർത്തേണ്ടതിന് തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത യേശു കർത്താവ് അതിനു വേണ്ടി തന്നെ താൻ കുറ്റമേറ്റ യേശു കർത്താവ് പാപത്തിന്റെ ശിക്ഷ തന്റെ ശരീരത്തിൽ വഹിച്ച യേശു കർത്താവ് മരണശിക്ഷയ്ക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത യേശു കർത്താവിന്റെ സ്നേഹം നിങ്ങൾ ഓരോരുത്തരെയും തേടി ഓടിക്കുന്ന യേശു കർത്താവിലേക്ക് നിങ്ങൾ അടുത്ത് വരിക. യേശു കർത്താവിന്റെ കൃപ നിങ്ങൾ ഓരോരുത്തരുടെ അധികമായ ചൊരിയട്ടെ. ദൈവം നിങ്ങളോട് ഓരോരുത്തരും മനസ്സിലാകട്ടെ.
യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റതിനു ശേഷം സ്വർഗ്ഗാരോഹണം ചെയ്ത് സ്വർഗത്തിലേക്ക് കയറിപ്പോയി. പിതാവിന്റെ വലത്ത് ഭാഗത്തിൽ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അപേക്ഷയും പക്ഷപാതവും ചെയ്തു നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നാൽ യേശു കർത്താവ് പറഞ്ഞു, ഇതാ വേഗം വരുന്നെന്ന് പറയുവാനിടയായി തീർന്ന ദൈവരാജ്യം ഏറ്റവും വേഗത്തിൽ തന്നെ വരുവാനിടയായി ദൈവരാജ്യം ഭക്ഷണവും പാനീയമല്ല, നീതിയ സമാധാനം പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. ദൈവരാജ്യം ഏറ്റവും അടുത്തിരിക്കുന്നു. അതോടെ മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കുന്ന യുവജനത്തിൽ പറയുന്ന ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം പ്രാപിപ്പാൻ തക്കവണ്ണം യേശുവിലേക്ക് അടുത്തു വരിക. ദൈവരാജ്യം ഏറ്റവും സമീപമായിരിക്കുന്നു. ദൈവരാജ്യം ഏറ്റവും സുലഭമായിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ പാപത്തിൽ നിന്ന് തിരിഞ്ഞ് യേശുവിലേക്ക് അടുത്തു വരിക, മരണത്തിൽ നിന്ന് തിരിഞ്ഞ് ജീവനിലേക്ക് അടുത്തു വരിക, പാപത്തിൽ നിന്ന് നീതീകരണം പ്രാപിക്കുക, കുറ്റമുള്ള മനസാക്ഷിയിൽ നിന്ന് അതിൽ നിന്നെല്ലാം മാറി യേശുവിനോട് നിങ്ങൾ അടുത്തു വരുന്ന വിശുദ്ധീകരണവും കുറ്റമില്ലാത്ത മനസാക്ഷി കർത്താവ് തരുവാനായി ഇടയായി തീരും. യേശു കർത്താവ് ഒരു കാര്യസ്ഥൻ. നാം പാപം ചെയ്തുവെങ്കിലും യേശു കർത്താവ് നീതിമാനും വിശ്വസനമായ കാര്യസ്ഥനം പിതാവിന്റെ വലത്ത് ഭാഗത്തുണ്ടാവും. അവൻ നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തമായി നമുക്ക് വേണ്ടി മരിച്ച കർത്താവാണ്. നമ്മുടെ പാപങ്ങളുടെ പ്രായശ്ചിത്തം നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളല്ല, നാം ചെയ്യുന്ന കർമ്മങ്ങളോ പ്രവർത്തികളോ ഒന്നും നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തമല്ല. അതെല്ലാം നമ്മുടെ ജഡീകമായ ശുദ്ധീകരണം മാത്രമായിരുന്നു. ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന യഥാർത്ഥമായ വിശുദ്ധീകരണം നമുക്ക് നൽകുന്നത് യേശു ക്രിസ്തുവിന്റെ രക്തം മാത്രമാണ്. ആ പുണ്യ രക്തം മാത്രമാണ് ആടുകളുടെയും കാളുകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേത്ത് കളിക്കുന്ന പശുഭസ്മോ ജഡീയ ശുദ്ധി വരുത്തുന്ന ആത്മാവിനാൽ തന്നെ നിഷ്കളങ്കനായ അർപ്പിച്ച യേശുവിന്റെ രക്തം സകല പാപവും നമ്മൾ ശുദ്ധീകരിക്കുമെന്ന് എത്രയധികം നമ്മളെ ശുദ്ധീകരിപ്പാനൊക്കെ അടിയായിട്ട് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കുന്നത് യഥാർത്ഥമായ വിശുദ്ധീകരണം നമ്മൾ പകരുന്നതും യേശു ക്രിസ്തു മാത്രമാണ്. നാം സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരായി തീരേണ്ടതിന് യേശു കർത്താവ് തന്നെ വിശുദ്ധീകരിപ്പാനിടയായി തീർന്ന് നാം സാക്ഷാൽ സ്വതന്ത്രരായി തീരേണ്ടതിന് യേശു കർത്താവ് തന്നെ സ്വാതന്ത്ര്യമേ ഭൂമിയിലേക്ക് അയക്കുവാനിടയായി തീർന്ന് പുത്രൻ സ്വതന്ത്രനാക്കുന്നവൻ സാക്ഷാൽ സ്വതന്ത്രനാണ്. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം സാക്ഷാൽ സ്വതന്ത്രരായി തീരാനായിട്ടുണ്ട്. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരായി തീരാനായിട്ടാണ്. അതിനായി ദൈവം ഓരോരുത്തരും നമുക്ക് വേണ്ടി വെച്ച ഏറ്റവും മഹത്വമേറിയ വഴിയാണ് യേശു കർത്താവ് എന്ന് പറയുന്നത്. യേശുവിനെ നിങ്ങൾ വിളിച്ചപേക്ഷിക്കുക, പുത്രനെ വിളിച്ചപേക്ഷിക്കുക, പാപജീവിതത്തെ വിട്ട് യേശുവിലേക്ക് തിരിയുക. യേശു കർത്താവ് പാപികളെ രക്ഷിക്കുന്നു. യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തു രാജാതിരാജാവായി വേഗം വരുന്നു. യേശു കർത്താവ് എന്നേക്കും അന്യനായ ദൈവമാണ്. ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറയാനിടയായി തീർന്ന ഓരോരുത്തരും അവന്റെ പ്രവർത്തിക്ക് തക്ക പ്രതിഫലം ലഭിക്കും. നാം ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകും. നാം നല്ലത് ചെയ്താലും തെറ്റായ പ്രവൃത്തി ചെയ്താലും അതിനെല്ലാം പ്രതിഫലം നൽകുന്ന ഒരു ദിവസമുണ്ട്. നാം ചെയ്യുന്ന തെറ്റുകൾക്കെല്ലാം പ്രതിഫലം ലഭിക്കുന്ന ഒരു ദിവസമുണ്ട്. ഒരു തെറ്റ് മറവായിരിക്കുന്ന ഇരുളിൽ ചെയ്യുന്നതെല്ലാം വെളിച്ചത്ത് വരുന്ന ഒരു നാളുണ്ട്. ആ നാൾ ഏറ്റവും സമീപമായിരിക്കുന്നത്. ഇരുട്ടിന്റെ പ്രവൃത്തികളെ വിട്ടൊഴിഞ്ഞ് വെളിച്ചത്തിലേക്ക് നിങ്ങൾ അടുത്തു വരിക. വെളിച്ചമായ യേശു കർത്താവ് ഞാൻ വെളിച്ചമാകുന്നു, ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് യേശു കർത്താവ് പറയുവാനിടയായി തീർന്നു. നടക്കുന്ന ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവരായി തീരുമെന്ന് പറയുവാനിടയായി തീരുന്നു. ആ വെളിച്ചം, ആ ജീവൻ യേശു കർത്താവ് പറയുവാനിടയായി തീർന്നു. ഞാൻ ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാൻ ലോകത്തിലേക്ക് ഒന്ന് പറയുവാനിടയായി തീർന്നു. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമാണ്. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നവരുണ്ടോ അതിനെ പിടിച്ചടക്കിയില്ല. ദൈവത്തിന്റെ വെളിച്ചം, ദൈവത്തിന്റെ ജീവൻ നമ്മുടെ മേൽ അധികമായി പകരുവാന്നൊക്കെ യേശു കർത്താവ് വരുവാനിടയായി തീർന്നു. യേശു ക്രിസ്തുവിലൂടെ ജീവൻ അധികമായി പ്രാപിപ്പാൻ നമ്മൾ ഓരോരുത്തരും പ്രകാശിതരായി തീരേണ്ടതിന് യേശുവിലേക്ക് അടുത്തൊരു കർത്താവിനെ ഓരോരുത്തരെ സഹായിക്കട്ടെ. ദൈവത്തിലേക്ക് തിരിയുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിലേക്ക് അടുത്തു വരുവാനുള്ള നിങ്ങളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കുന്നതിലൂടെ കർത്താവിന്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ അയക്കുവാനിടയായതിന് കർത്താവിന്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിന് കർത്താവ് തരുവാനിടയായതിന് കർത്താവിന്റെ സഹായവും സാന്നിധ്യവും എല്ലാം നിങ്ങളെ ശക്തീകരിക്കുന്നതാണ്, നിങ്ങളെ ബലപ്പെടുത്തുന്നതാണ്, നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്. കർത്താവിലേക്ക് നിങ്ങൾ തിരിയുക. കർത്താവിന്റെ കൃപ നിങ്ങളുടെ മേൽ അധികമായ ദൈവം പകരട്ടെ. കൃപയുടെ നീതിദാനത്തിന്റെ സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ മുഖാന്തരം എത്ര അധികമായ ജീവനിൽ വാഴും. എന്നാൽ ആദാം എന്ന ഏകൻ നിമിത്തം ഈ ലോകത്തിലേക്ക് മരണം വാഴുമെങ്കിൽ കൃപയുടെ നീതിദാനത്തിന്റെ സമൃദ്ധി ലഭിക്കുന്നവർ യേശു ക്രിസ്തു എന്ന ഏകൻ മുഖാന്തരം എത്ര അധികമായ ജീവനിൽ വാഴും. ആദാം നിമിത്തം നമ്മൾ ജനിച്ച നമ്മുടെ ജനനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ പാപവും മരണവും ഈ ലോകത്തിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നെങ്കിൽ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് നിത്യജീവൻ നമുക്കുണ്ട്. യേശു ക്രിസ്തുവിലൂടെ നീതീകരണം നമുക്കുണ്ട്. യേശു ക്രിസ്തുവിലൂടെ വിശുദ്ധീകരണം നമുക്കുണ്ട്. യേശു ക്രിസ്തുവിലൂടെ ദൈവാനുഗ്രഹം നമുക്കുണ്ട്. യേശു ക്രിസ്തുവിലൂടെ നിത്യജീവനുണ്ട്. തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിപ്പാനായിട്ട് ഇടയായി തീർന്നു. ദൈവം ഈ ലോകത്തിലേക്ക് തന്റെ പുത്രനെ അയച്ചത് ലോകത്തെ വിരിപ്പാനോ ലോകത്തെ ശിക്ഷ വിരിപ്പാനോ അല്ല, ലോകത്തിലേക്ക് ദൈവത്തിന്റെ പുത്രനെ അയച്ച് ലോകത്തെ രക്ഷിപ്പാനായിട്ടാണ്. എന്നാൽ യേശു ക്രിസ്തുവിനെ നിങ്ങൾ അംഗീകരിച്ച്
യേശുക്രിസ്തുവിനെ അംഗീകരിക്കാത്ത നിമിത്തം, വിശ്വസിക്കാത്ത നിമിത്തം ഓരോരുത്തരുടെ ജീവിതത്തിൽ ഒരു വരുവാൻ ഇടയായി തീർന്ന വചനം പറയുന്നതുകൊണ്ട് യേശുവിലേക്ക് തിരിയുക, യേശുവിൽ വിശ്വസിക്കുക. എന്നാൽ നീയും നിന്റെ കുടുംബം രക്ഷപ്രാപിപ്പാൻ ഇടയായി തീരും. യേശുവിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ, പുത്രനെ ചുംബിച്ചാൽ രക്ഷപ്രാപിപ്പാൻ ഇടയായി തീരും. വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കേണ്ടതിന് പുത്രനെ ചുംബിച്ചു കൊള്ളുക. യേശു കർത്താവിന്റെ കൃപ നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങളുടെ ജീവിതത്തിൽ സഹായിക്കുന്നതാണ്. ശാപത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്ക് നിങ്ങൾ നയിക്കുന്നതാണ്. മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നിങ്ങൾ നയിക്കുന്നതാണ്. പ്രയാസത്തിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിൽ വിശാലതയിലേക്ക് നിങ്ങൾ നയിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം നൽകുന്നതാണ്. അനുഗ്രഹം അബ്രഹാമിന്റെ അനുഗ്രഹം യേശുവിൽ ജാതികൾക്ക് നൽകേണ്ടതിന് യേശു കർത്താവിലൂടെ ആ പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം നമുക്ക് ഓരോരുത്തരും തരുവാനാണ് ഇടയായി തീർന്നത്. അതുകൊണ്ട് അനുഗ്രഹം പ്രാപിപ്പാനൊക്കെ വേണം യേശുവിനെ നിങ്ങൾ വിളിച്ചപേക്ഷിക്കുക. യേശു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകും, നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം പരിപൂർണമാക്കി തീർക്കും. യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളിപ്പോഴുള്ള പ്രശ്നങ്ങളിൽ മേൽ കർത്താവ് നിങ്ങളെ സഹായിക്കും. ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന രോഗങ്ങളിൽ മേൽ കർത്താവ് നിങ്ങൾ സൗഖ്യം തരും. ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന പ്രയാസങ്ങളിൽ കർത്താവ് വിശാലതകളെ നൽകും. നിങ്ങൾ നേരിടുന്ന പാപത്തിൻ്റെതായ ചങ്ങലകളിൽ നിന്ന് കർത്താവ് നിങ്ങൾ സ്വാതന്ത്ര്യം നൽകും. നിങ്ങളുടെ ജീവിതത്തിൽ മരണകരമായ സാഹചര്യത്തിൽ നിത്യജീവനിലേക്ക് നിങ്ങൾ നടത്തുവാൻ കഴിയുന്ന കർത്താവിലേക്ക് നിങ്ങൾ തിരികെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നിങ്ങൾ അടുത്തു വരിക. വെളിച്ചത്തിലേക്ക് നിങ്ങൾ അടുത്തു വന്നാൽ ദൈവത്തിൽ നിന്നുള്ള ജീവനെ പ്രാപിപ്പാനൊക്കെ ഇടയായി തീരും. യേശുവിലൂടെ മാത്രമേ ആ വെളിച്ചം നിങ്ങൾക്ക് കരസ്ഥമാക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് യേശുവിലേക്ക് അടുത്തു വരിക. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് യേശു കർത്താവ് പറയുവാൻ ഇടയായി തീരും. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്നെ ജീവനെ കൊടുക്കുന്നു. ഞാൻ ലോകത്തിന്റെ അപ്പമാകുന്നു പറയുവാൻ ഇടയായി തീരും. ഞാൻ ജീവന്റെ അപ്പമാകുന്നു യേശു കർത്താവ് പറയുവാൻ ഇടയായി തീർന്നു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് യേശു കർത്താവ് പറയുവാൻ ഇടയായി തീർന്നു. ഞാൻ വാതിലാകുന്നു എന്ന് യേശു കർത്താവ് പറയുവാൻ ഇടയായി തീർന്നു. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു എന്ന് പറയുവാൻ ഇടയായി തീർന്നു. തനിക്ക് വേണ്ടി അധ്വാനിച്ച് പ്രവർത്തിച്ച് കാര്യങ്ങളെല്ലാം സ്വരൂപിച്ച് വെച്ച് തിന്നുക, കുടിക്കുക, എന്നാൽ നാളെ ചാവുമല്ലോ എന്ന് പറഞ്ഞാൽ ജീവിച്ച മനുഷ്യരെ നോക്കി ദിവസത്തെ ഇങ്ങനെ വെളിപ്പാണ്ടിടയത്തിൽ മൂടാൻ നീ മരിച്ചു കഴിഞ്ഞാൽ ഈ സ്വരൂപിച്ച് വെച്ചതെല്ലാം ആർക്കായി തീരും. എന്നാൽ നമ്മുടെ ജീവൻ കഴിഞ്ഞു പോകുന്ന ഒരു ആവി പോലെ മാത്രം നമ്മുടെ ജീവിതവും ജീവനുമായിരിക്കുമ്പോൾ നിത്യമായ ജീവൻ കരസ്ഥമാക്കേണ്ടതിന് യേശുവിലേക്ക് തിരിയുക. നിത്യജീവനെ പ്രാപിച്ചുകൊള്ളുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. യേശുവിലേക്ക് തിരിയുക. യേശുവിലൂടെ അല്ലാതെ ആരും ജീവനെ കരസ്ഥമാക്കുന്നില്ല. യേശുവിലൂടെ അല്ലാതെ ആരും ദൈവത്തിലേക്ക് എത്തുന്നില്ല. യേശുവിലൂടെ അല്ലാതെ ആരും ദൈവത്തിൽ സമാധാനം പ്രാപിക്കുന്നില്ല. യേശുവിലൂടെ അല്ലാതെ ആരും വിശുദ്ധീകരണം പ്രാപിക്കുന്നില്ല. നാം സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ, സാക്ഷാൽ സ്വതന്ത്രരായി തീരുവാൻ വേണ്ടി യേശുവിലേക്ക് തിരിയുക. യേശു കർത്താവ് നിങ്ങളെ വിശുദ്ധീകരിക്കും. യേശു കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും. യേശു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. യേശു കർത്താവ് നിങ്ങളെ ജീവിതത്തിൽ നിത്യജീവനെ പകരുവാൻ ഇടയായി. യേശു കർത്താവ് നിങ്ങളെ നീതീകരിക്കും. യേശു കർത്താവ് നിങ്ങളെ സഹായിക്കും, ശക്തീകരിക്കും. കർത്താവിലേക്ക് തിരിയുക, യേശുവിലേക്ക് തിരിയുക. കാലം സമീപിച്ചു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഇവരാൽ കർത്താവിനെ ഓരോരുത്തരെയും സഹായിക്കുമാറാണ്.